ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയിലാണ് ബിറ്റ്കോയിൻ്റെ പ്രൈസ് ഇപ്പോൾ നിൽക്കുന്നത്. ആൻഡ് കൃത്യമായിട്ടുള്ള ഒരു ട്രെൻഡ് ഡയറക്ഷനും ബിറ്റ്കോയിൻ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. സോ ഏത് രീതിയിലുള്ള ഒരു ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റിയാണ് നമുക്കുള്ളത് എന്നും കൃത്യമായിട്ട് എൻ്റെ ഒരു ടാർഗറ്റും ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നതായിരിക്കും. നേരെ വീഡിയോയിലേക്ക് എടുക്കാം. ഓക്കെ, നമ്മളിപ്പോൾ നിൽക്കുന്നത് ബിറ്റ്കോയിൻ്റെ ഒരു വീക്ക്ലി ടൈം ഫ്രെയിമിലുള്ള ചാർട്ടിലാണ്. ആൻഡ് ഈ ഒരു ചാർട്ട് നോക്കി കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ആഴ്ചകളായിട്ട് നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു ട്രെൻഡ് ബിറ്റ്കോയിൻ കാണിച്ചു തരുന്നുണ്ട്. ലോവർ ഹൈസ് ആൻഡ് ലോവർ ലോസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് പ്രൈസ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു ഡൗൺ ട്രെൻഡ് ആണ് നമുക്ക് കൃത്യമായിട്ട് പറയാനായിട്ട് സാധിക്കും. സോ ഏത് രീതിയിലാണ് ഈ ഒരു ഡൗൺ ട്രെൻഡിൽ ബിറ്റ്കോയിൻ പെർഫോം ചെയ്തിട്ടുള്ളത് എന്ന് ചോദിച്ചു കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു ട്രെൻഡ് ബേസ്ഡ് ഫിബൊനാച്ചി റിട്രേസ്മെന്റ് ടൂൾ എടുക്കുന്നുണ്ട്. ഈ ഒരു ലോവർ ലോയിൽ നിന്നും ഈ ഒരു ലോവർ ഹൈയിലേക്ക് ഞാൻ ഈ ഒരു ഫിബൊനാച്ചി റിട്രേസ്മെന്റ് ടൂൾ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് കാണാൻ പറ്റുന്നുണ്ട്. ഈ ഒരു ലോവർ ഹൈയിൽ നിന്നും കൃത്യമായിട്ട് ഈ ഒരു ഗോൾഡൻ ഏരിയയിലേക്ക് പ്രൈസ് വന്നിട്ടുണ്ട്. സോ ആ ഒരു ഗോൾഡൻ ഏരിയ നമുക്കൊരു ടാർഗറ്റ് ആയിട്ട് ഇവിടെ വെക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ആൻഡ് അടുത്ത ലോവർ ലോസ് ആൻഡ് ലോവർ ഹൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് അടുത്ത ലോവർ ലോയും ഒരു ലോവർ ഹൈ എന്ന് പറയുന്നത്. ആ ഒരു ഏരിയയിലും പ്രൈസ് കൃത്യമായിട്ട് ആ ഒരു ഗോൾഡൻ ഏരിയയിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. ആൻഡ് ആ ഒരു ഗോൾഡൻ ഏരിയ ആയിരുന്നു ഒരു ടാർഗറ്റായിട്ട് നമുക്ക് വെക്കാൻ പറ്റിയിരുന്ന ഒരു സമയം എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു ലോവർ ലോയും, അതായത് ഈ ഒരു ലോവർ ലോയും ആൻഡ് ഈ ഒരു ലോവർ ഹൈ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ ടാർഗറ്റായിട്ട് വെക്കാവുന്ന ഈ ഗോൾഡൻ ഏരിയ എന്ന് പറയുന്നത് ഒരു 19,634 എന്ന് പറയുന്ന ഒരു ഏരിയ ആണ്. അതായത് ഈ ഒരു ഗോൾഡൻ ഏരിയ, ഈ ഗോൾഡൻ ലൈൻസ് വന്ന് നിൽക്കുന്ന ഈ ഒരു ലെവലാണ്. ഓൾറെഡി നമ്മൾ ആ ലെവൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവലായിട്ട് നമ്മൾ ഇവിടെ എടുത്തിട്ടുണ്ടായിരുന്നു. കൃത്യമായിട്ട് 3 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവൽസ് നമ്മൾ എടുത്തിട്ടുണ്ട്. പ്രൈസ് ഒരു പുതിയ ലോവർ ലോസ് ആൻഡ് ലോവർ ഹൈസ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ലെവൽസ് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. സോ ഇപ്പോൾ നിൽക്കുന്ന ഈ ഒരു ഏരിയയിൽ നിന്നും ഇപ്പോൾ ബിറ്റ്കോയിൻ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 21,000 എന്ന് പറയുന്ന ഒരു ലെവലിലാണ്. ആൻഡ് ആ ഒരു ലെവലിൽ നിന്നും ഒരു 19K പ്രൈസ് ഇറങ്ങി വരാനായിട്ടുള്ള സാധ്യത ഉണ്ട് എന്ന് നമുക്ക് ഈ ഒരു വീക്ക്ലി ടൈം ഫ്രെയിം നോക്കി കണ്ടിട്ടുണ്ടെങ്കിൽ കാണാനായിട്ട് പറ്റുന്നുണ്ട്. ആൻഡ് ഡെയിലി ടൈം ഫ്രെയിമിലേക്ക് നോക്കി കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ കൃത്യമായിട്ടുള്ള ഒരു അസെൻഡിങ് വെഡ്ജ് ചാർട്ട് പാറ്റേൺ കിട്ടിയിട്ടുള്ളതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ആൻഡ് കൃത്യമായിട്ട് നമ്മൾ ഈ ഒരു ബ്രേക്ക് ഔട്ട് സംഭവിച്ചപ്പോൾ തന്നെ നമ്മൾ കൃത്യമായിട്ടുള്ള ടാർഗറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് ഈ ഒരു അസെൻഡിങ് വെഡ്ജ് ചാർട്ട് പാറ്റേൺ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ടാർഗറ്റായിട്ട് വെക്കാവുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ഏരിയ ആയിരിക്കും. ഇവിടെ മുതൽ ഇവിടം വരെയുള്ള ഈ ഒരു ഏരിയ ആയിരിക്കും. ഓക്കെ, അതായത് ഒരു 19,000 എന്ന് പറയുന്ന ഒരു ലെവലായിരിക്കും നമുക്കിവിടെ ഒരു ടാർഗറ്റായിട്ട് വെക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല നമുക്കിവിടെ കൃത്യമായിട്ടുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലെവൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു ലെവൽ എന്ന് പറയുന്നത് നമുക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവലായിരുന്നു. അതായത് കൃത്യമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ 21,732 മുതൽ 22,392 വരെയുള്ള ഈ ഒരു ഏരിയ നമുക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവലായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് ആ ഒരു ലെവൽ ഇവിടെ ബ്രേക്ക് ഔട്ട് ചെയ്തപ്പോൾ നമ്മൾ കൃത്യമായിട്ട് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ലെവലിലേക്ക് ഒരു റീടെസ്റ്റ് നടത്തുകയും ദെൻ അവിടെ നിന്ന് റിജക്ഷൻ കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ പിന്നീട് നമ്മുടെ ടാർഗറ്റ് വരുന്നത് ഈ ഒരു 19,000 എന്ന് പറയുന്ന ഈ ഒരു ലെവലിലായിരിക്കുമെന്ന്. സോ അതുപോലെ തന്നെ ആ ഒരു ഏരിയയിലേക്ക് പ്രൈസ് ഒരു റീടെസ്റ്റ് എടുക്കുന്നത് കാണാൻ പറ്റുന്നുണ്ട്. ആൻഡ് അവിടെ നിന്ന് നമുക്കൊരു റിജക്ഷൻ ഇവിടെ കിട്ടുന്നത് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഈ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്തിട്ടില്ല, ഒരു 14 മണിക്കൂറും കൂടി ഉണ്ട് ഈ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്യാനായിട്ട്. സോ ഇതൊരു ബെയറിഷ് ആയിട്ടുള്ള എൻഗൾഫിംഗ് ക്യാൻഡിലായിട്ട് ക്ലോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും നമ്മുടെ എൻട്രി ക്യാൻഡിലായിട്ട് വരുന്നത്. ഓക്കെ, അങ്ങനെ ആ ഒരു ക്യാൻഡിൽ എൻട്രി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ടാർഗറ്റ് ആയിട്ട് വരുന്നത് ഈ ഒരു 19,000 എന്ന് പറയുന്ന ഈ ഒരു ലെവലായിരിക്കും. ആൻഡ് ഡെയിലി ടൈം ഫ്രെയിമിൽ തന്നെ നമുക്ക് മറ്റു കുറച്ച് കാര്യങ്ങൾ കൂടി കാണാൻ പറ്റുന്നുണ്ട്. അതായത് ഈ ഒരു ജനുവരി മാസത്തിൽ ജനുവരി 23-ാം തീയതി മുതൽ ഉള്ള ആ ഒരു സമയം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് ഈ രീതിയിലൊരു ട്രെൻഡ് ലൈൻ നമുക്കിവിടെ വരയ്ക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. ആൻഡ് ആ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തതിന് ശേഷം പ്രൈസ് നല്ല രീതിയിൽ താഴേക്ക് വന്നിട്ടുള്ളതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ആൻഡ് ഇതേപോലെ തന്നെ ഇവിടെ സംഭവിച്ചിട്ടുള്ള അതേ പ്രൈസ് ആക്ഷൻ തന്നെ നമുക്ക് ഇവിടെയും സംഭവിക്കാനായിട്ട് പോകുന്നത് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഓക്കെ, കൃത്യമായിട്ടുള്ള ട്രെൻഡ് ലൈനിൽ സപ്പോർട്ട് എടുത്തുകൊണ്ടാണ് പ്രൈസ് പോകുന്നത്. ആൻഡ് ഇവിടെ സംഭവിച്ച പോലെയുള്ള ഒരു റിജക്ഷൻ പ്രൈസിന് ഇവിടെയും ഈ ഒരു ട്രെൻഡ് ലൈനിൽ നിന്ന് കിട്ടുന്നുണ്ട്. സോ ഇവിടെ ഒരുപാട് ആളുകൾ ലോങ് പൊസിഷൻസ് എടുക്കാനായിട്ട് സാധ്യതയുണ്ട്. കാരണം ഇവിടെ നിന്ന് ഒരു സപ്പോർട്ട് എടുത്തുകൊണ്ട് പ്രൈസ് ഇനിയും മുകളിലേക്ക് പോകുമെന്ന് വിചാരിച്ചുകൊണ്ട് ഒരുപാട് പേര് ഇവിടെ ഒരു ലോങ് പൊസിഷൻ എടുക്കാനായിട്ട് സാധ്യതയുണ്ട്. അങ്ങനെ ലോങ് പൊസിഷൻ എടുക്കുന്ന ആളുകൾ ഈ ഒരു ട്രെൻഡ് ലൈനിന് താഴെ ആയിരിക്കും അവരുടെ സ്റ്റോപ്പ് ലോസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരിക്കുക. സോ അങ്ങനെ ഈ ഒരു ട്രെൻഡ് ലൈനിൽ താഴെ ഒരു സ്റ്റോപ്പ് ലോസ് വെക്കുന്ന ആളുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവർ ശ്രദ്ധിക്കുക. കാരണം ഇവിടെ കൃത്യമായിട്ടുള്ള ഒരു സപ്പോർട്ട് ഏരിയ പ്രൈസിനോടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ രീതിയിൽ ഒരു സ്റ്റോപ്പ് ലോസ് വെക്കുകയാണ് എന്നുണ്ടെങ്കിൽ പ്രൈസ് ഈ ഒരു ഏരിയയിലേക്ക് ഇറങ്ങി വരാനും ദെൻ അവിടെ നിന്ന് ചിലപ്പോൾ വീണ്ടും മുകളിലേക്ക് പോകാനുമായിട്ടുള്ള സാധ്യതകളുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഏരിയ നമുക്ക് ലോങ് പൊസിഷൻ എടുക്കാനായിട്ട് പറ്റിയ ഒരു ഏരിയ അല്ല. കാരണം നമുക്ക് ഈ ഒരു ട്രെൻഡ് ലൈനിൽ ബ്രേക്ക് ചെയ്തുകൊണ്ട് പ്രൈസ് താഴേക്ക് വരാനായിട്ടുള്ള സാധ്യതകൾ നമുക്ക് പാസ്റ്റ് പ്രൈസ് ആക്ഷൻ നോക്കി കണ്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ കാണാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ പ്രൈസ് ഇവിടേക്ക് ഇറങ്ങി വരികയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു 19,000 എന്ന് പറയുന്ന ആ ഒരു ഏരിയ, ആ ഒരു പ്രൈസ് ഏരിയ നമുക്കൊരു ടാർഗറ്റ് ആയിട്ടും വെക്കാവുന്ന ഒരു ഏരിയ ആണ്. ആൻഡ് അവിടെ നിന്നായിരിക്കും അല്ലെങ്കിൽ ഒരു 19-18K എന്ന് പറയുന്ന ഈ ഒരു ലെവലിൽ നിന്നായിരിക്കും പ്രൈസിന് പിന്നീട് ഒരു റിജക്ഷൻ കിട്ടുകയും പ്രൈസ് ചെറിയ രീതിയിലെങ്കിലും അല്ലെങ്കിൽ ഷോർട്ട് ടൈം ഒരു ബുള്ളിഷ് ട്രെൻഡിലേക്ക് പ്രൈസ് പോകാനായിട്ടും പോകുന്നത്. ഓക്കെ, ഈ കാര്യങ്ങളാണ് നമുക്ക് ഡെയിലി ടൈം ഫ്രെയിമിലെ പ്രൈസ് ആക്ഷൻ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ
പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കുന്നത്. ആൻഡ് 4 hour ടൈം ഫ്രെയിമിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് ഈ ഒരു CPR ലെവലിനെയും ബ്രേക്ക് ചെയ്തുകൊണ്ട് പ്രൈസ് താഴേക്ക് വന്നിട്ടുള്ളതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ആൻഡ് ആ ഒരു ഏരിയയിലേക്ക് തന്നെ പ്രൈസ് റീടെസ്റ്റ് നടത്തുന്നത് കാണാൻ പറ്റുന്നുണ്ട്. ദെൻ അവിടെ നിന്ന് വളരെ ശക്തമായിട്ടുള്ള ഒരു റെഡ് ക്യാൻഡിലോട് കൂടിയിട്ട് ഈ ഒരു ഏരിയയിൽ നിന്ന് ഒരു റിജക്ഷൻ കിട്ടുന്നതും കാണാൻ പറ്റുന്നുണ്ട്. സോ നമുക്ക് ഇവിടെ ഒരു ടാർഗറ്റ് ആയിട്ട് പ്രതീക്ഷിക്കാവുന്ന ഒരു ലെവൽ എന്ന് പറയുന്നത് ഈ ഒരു മന്ത്ലി S1 ലൈൻ ആയിരിക്കും. CPRലെ മന്ത്ലി S1 ലൈൻ ആയിരിക്കും. ആ ഒരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും 19,000 എന്ന് പറയുന്ന ഒരു പ്രൈസ് റേഞ്ചിലാണ് ആ ഒരു ഏരിയയും വരുന്നത്. ഓക്കെ, അപ്പോൾ ഡെയിലി ടൈം ഫ്രെയിമിലായാലും 4 hour ടൈം ഫ്രെയിമിലായാലും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു ടാർഗറ്റ് ഏരിയ ആയിട്ട് വരുന്നത് ഈ ഒരു 19,000 എന്ന് പറയുന്ന ഒരു ലെവലാണ്. ആൻഡ് നമുക്ക് ഇവിടെ നിന്ന് നല്ല രീതിയിലുള്ള ഒരു ഷോർട്ട് പൊസിഷൻ എടുക്കാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയും ഇവിടെ ബിറ്റ്കോയിൻ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. സോ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടേതായിട്ടുള്ള അനാലിസിസും കാര്യങ്ങളൊക്കെ നടത്തുക. ആൻഡ് അതിനുശേഷം മാത്രം ഏത് രീതിയിൽ അല്ലെങ്കിൽ ഏത് ഡയറക്ഷനിലേക്ക് ഒരു എൻട്രി എടുക്കണം എന്നുള്ള കാര്യങ്ങൾ തീരുമാനിക്കുക. ആൻഡ് നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള അനാലിസിസും കാര്യങ്ങളൊക്കെ നടത്തുമ്പോൾ അതിന് ഹെൽപ്ഫുൾ ആവുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മാത്രം എടുത്താൽ മതി, ബാക്കി എല്ലാം വിട്ട് കളഞ്ഞേക്കാം. അപ്പോൾ ഹാപ്പി ട്രേഡിംഗ്, അടുത്തൊരു വീഡിയോയിൽ കാണാം.